ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ എൻ്റെ 21ാമത്തെ വർഷം ഞാൻ മിനിമം 1 ലക്ഷത്തിലധികം ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ ഞാൻ ചോദിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്, ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന്. ഇന്നും എൻ്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം മുന്നിൽ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്, ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നാണ് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പോലും ചോദിക്കുന്നത്. മാക്സിമം ആളുകളും വായ തുറക്കില്ല. എൻ്റെ ആഗ്രഹം ഇല്ലാണ്ടാണോ, നമുക്ക് ബാങ്ക് ബാലൻസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ നമ്മൾ ആ സ്വപ്നം കാണാത്തത്? നല്ലൊരു വീട് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ നമ്മൾ സ്വപ്നം കാണാത്തത്? വലിയതല്ലെങ്കിലും ലക്ഷറീസ് അല്ലെങ്കിലും ഒരു നല്ല കാറ് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ നമുക്ക് സ്വപ്നം കാണാത്തത്? നമ്മുടെ മക്കളുടെ നല്ല എഡ്യൂക്കേഷൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നമ്മൾ സ്വപ്നം കാണാത്തത്? പിന്നെന്താ കാരണം? നമ്മുടെ കുടുംബത്തിന്റെ മാസ വരുമാനത്തിൽ ഈ സ്വപ്നങ്ങൾ നടക്കില്ല എന്നുള്ള അറിവാണ് നമ്മളെ സ്വപ്നം കാണാൻ ഉപേക്ഷിച്ചതാണോ അല്ലേ? നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്തും നേടാൻ ഒരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലൂടെ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ തന്നെ ഈ 35-ാം വയസ്സിലും 40-ാം വയസ്സിലും 50-ാം വയസ്സിലും പൊടി തട്ടി പുറത്തു വരുമല്ലേ? സ്വപ്നങ്ങൾ നമുക്ക് മാത്രമാണ് ഉള്ളത്. എന്നായിരുന്നു സ്വപ്നം ഉണ്ടായിരുന്ന കാലം? നമ്മളുടെ ചെറുപ്പകാലം, വളർന്നു വരുന്ന കാലം, എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുന്നുള്ളത്. വിദ്യാഭ്യാസം കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിൽ വലിയതൊന്നും നടക്കില്ല. കാരണം എൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, നടക്കില്ല എന്നുള്ള അറിവുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു അല്ലെ? ജീവിതം, ലൈഫ് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും നല്ല കാര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ഉള്ള പ്രാരാബ്ധത്തിൽ നമ്മളുടെ സ്വപ്നം വിട്, അവരുടെ സ്വപ്നങ്ങൾ പോലും നമുക്ക് ഫുൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കാതെ വന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വപ്നങ്ങളില്ല. ഒരമ്മ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ 9 മാസമാണ് വെച്ചത്. ലോകത്തിൽ പറയണത് ലേബർ പെയിനേക്കാളും വലിയൊരു പെയിൻ ഇല്ല എന്നാണ് പറയുന്നത്. ആണോ അല്ലേ? ഒരമ്മ ഗർഭവതിയായി ഒരു ഡെലിവറി കഴിഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ സഹിച്ചിട്ട് വേണം ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ. എന്നിട്ടും 2ാമതും 3ാമതും കുട്ടിക്ക് ജന്മം അവർ കൊടുക്കുന്നുണ്ടോ ഇല്ലേ? അത്രയും ഹൊറബിൾ ആണെങ്കിൽ, അത്രയും ഭീകരാണെങ്കിൽ അതോടുകൂടി പറയില്ലേ, ഇനി നമുക്ക് മക്കൾ വേണ്ടെന്ന് പറയില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരുടെ നടക്കുന്ന സ്വപ്നങ്ങൾ അത് മാത്രമേ ഉള്ളൂ. ആ പെയിൻ പോലും അവരുടെ മൈൻഡിൽ ഓർമ്മയുണ്ടാവില്ലേ? ആ ഉമ്മയുടെ സ്വപ്നം ഈ ലോകത്തിൽ നമ്മളല്ലാതെ ആര് ഫുൾഫിൽ? ഇനി ഒരാൾ വരും, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ 2-3 മാസം കഴിയുമ്പോഴേക്കും അടുക്കളയിൽ കയറാൻ പറ്റില്ല, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വരുന്ന സ്മെല്ല്, ഛർദ്ദിക്കാൻ വരിക, പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഓരോ ചലഞ്ചസും ഇതൊക്കെ അതിജീവിച്ചാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത്. നമുക്ക് നമ്മുടെ അമ്മ ജന്മം നൽകിയത് ഒരു ദിവസം 9 മണിക്കൂറോ ഒരു ദിവസം എന്നല്ല, 9 മാസം ആ പെയിൻ അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അമ്മ ജന്മം നൽകിയത്. നമ്മളുടെ അച്ഛൻ എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി അധ്വാനിച്ചൊരു വ്യക്തിയില്ല ആ വ്യക്തി. മക്കൾക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ നൽകുന്നവരാണ് മാതാപിതാക്കൾ. ഇന്ന് നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ചിട്ട് എത്ര നാളായിട്ട് പോകും. പക്ഷേ ഒരു സമയത്ത് എന്നും നമ്മൾ നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. നിങ്ങൾ എത്ര വലുതായാലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കുട്ടികളാണ്. നിങ്ങൾ ആരെങ്കിലും വയസ്സായിട്ടുള്ള മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്ക്, അച്ഛ അമ്മ സോറിട്ടാ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമെന്നൊന്ന് പറഞ്ഞു നോക്കി. നിങ്ങളിന്ന് എന്തായിരിക്കും നിങ്ങളുടെ അമ്മ പറയാന്നറിയുന്നത്? മോനെ എന്താ പറ്റിയേ, എന്തെങ്കിലും വിഷമമുണ്ടോ? ഇന്ന് നമ്മൾ ഈ ഏജ്, ഈ 55 ഏജ് പൃഥ്വിരാജ് ഇന്ന് പുറത്തു, എൻ്റെ അച്ഛനൊന്നും ജീവിച്ചിരിക്കില്ല പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 മണി 3 മണി 4 മണിക്ക് ഫോൺ ചെയ്താൽ നമ്മളുടെ മാതാപിതാക്കൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ഭക്ഷണം കഴിച്ചാൽ മതി ആണോ? എനിക്ക് വരുമ്പോൾ എന്ത് കൊണ്ടുവരുന്നത് ചോദിച്ചോ? എന്തെങ്കിലും ഒരു ജീവിതം മുഴുവനാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ ലൈഫ് കോംപ്രമൈസ് ചെയ്തത്. ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി തീർത്താണ് ജീവിതം. അവരുടെ സ്വപ്നങ്ങൾ നമ്മളല്ലാതെ ആര്? ഏത് മക്കളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ആവണോ ഒരു ഏജ് വരെ മാതാപിതാക്കളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ആണോ അല്ലേ? ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഫുൾഫില്ലാക്കാൻ ഈ ലോകത്തിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ആണോ അല്ലേ? പല മാതാപിതാക്കൾക്കുണ്ട്. കാശി, രാമേശ്വരം, ഹരിദ്വാരൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്നുള്ളത്, ഹജ്ജിന് ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കൾ ഒരുപാടില്ല. കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമല്ല നടക്കണം.
ഒരു സമയം വരെ മക്കളുടെ ഡ്രീം അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ ഡ്രീം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾഫിൽ ആക്കാൻ സാധിക്കൂ. നമ്മുടെ മക്കളുടെ വയറ് നിറഞ്ഞില്ലെങ്കിൽ നമ്മൾ കഴിച്ചാലും നമ്മുടെ വയറ് നിറയും. നമുക്ക് വേണ്ടി ഇതുപോലെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തിൽ ഇനി ജനിക്കുമോ? ഒരിക്കലും വരില്ല. അതാണ് അമ്മ. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അമ്മ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറയാൻ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ. നമ്മുടെ കയ്യിലുള്ളത് എന്ത് തന്നെ കൊടുത്താലും നമുക്ക് ഒരിക്കലും തീർത്താൽ തീരാത്ത കടപ്പാടാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ളത്. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരെടുക്കുന്നു. അപ്പോ ഒരൊറ്റ കാര്യം വേണ്ടു, അടങ്ങാത്ത ആഗ്രഹം, വലിയ സ്വപ്നങ്ങൾ. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്തും നേടാൻ ഒരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് മരിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ളത് നമ്മുടെ ജീവിതം. ജീവിതം ഒന്നേ ഉള്ളൂ.